പള്ളിക്ക് സമീപവുമൊക്കെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോഴും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. ഉടൻ ഖബറടക്കം പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ 4 കുരുന്നുകൾക്ക് ജീവിതത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ 4 കുരുന്നുകൾ ഒരുമിച്ച് മരണത്തിലേക്ക് മടങ്ങുമ്പോൾ യാത്രയയപ്പ് നൽകുകയാണ്. ഒരു നാട് ഒന്നാകെ അവരുടെ ചിരിക്കുന്ന മുഖം മാത്രം കണ്ട് പരിചയം ഉള്ളവർ അവർ ഒരുമിച്ച് യാത്രയാകുമ്പോൾ കണ്ണീർ കടലായി ആ പ്രദേശം മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. സ്കൂൾ വിട്ട് പോകുമ്പോൾ 5 പേർ ഒരുമിച്ചാണ് അവർ സ്കൂളിലേക്ക് പോകാറുള്ളത്. സ്കൂൾ വിട്ടവർ ഒരുമിച്ചാണ് മടങ്ങി വരാറുള്ളത്. അയൽവാസികളായതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. സ്കൂളിലും ഒരുമിച്ചായിരുന്നു എന്ന് തന്നെയാണ് സഹപാഠികൾ പറയുന്നത്. അവർ ഒരുമിച്ച് യാത്രയാകുന്നു. ഒരാളെ മാത്രം ബാക്കിയാക്കി അവർ യാത്രയാകുമ്പോൾ ആ നാടിന് ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യം, താങ്ങാനാവാത്ത സങ്കടക്കടലായി മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒരുമിച്ച് അന്ത്യനിദ്രയ്ക്ക് ഖബറിടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാം. അടുത്തായി എടുത്തിട്ടുള്ള ഖബറിടങ്ങൾ, അവർക്കൊരുമിച്ച് അന്ത്യനിദ്രയ്ക്കുള്ള അവസരം, ഒരുമിച്ച് യാത്രയായവർ, ഒരുമിച്ചുണ്ടായിരുന്നവർ ഒരുമിച്ച് വിട പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ മൃതദേഹങ്ങൾ ദേവാലയത്തിലേക്ക്, പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അധിക നേരം ഇല്ല ചടങ്ങുകൾ പൂർത്തിയാക്കാൻ. ഖബറിടങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുക്കി. ഒരുമിച്ച് സ്കൂളിലേക്ക് യാത്രയായവർ, ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങിയവർ ഒരുമിച്ച് മടങ്ങുന്ന സാഹചര്യം കൂടിയാണുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 4 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനാസ നമസ്കാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യ പ്രാർത്ഥന, അവർക്കായുള്ള അവസാന പ്രാർത്ഥന, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു 15 മിനിറ്റിലധികം സമയം അത് നീണ്ടു നിൽക്കും. അതിനുശേഷം അവരുടെ മൃതദേഹങ്ങൾ ഖബറടക്കുവാനായി നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് എത്തിക്കും. ഇവിടെ ആ 4 കൂട്ടുകാർക്കായി ചേർന്ന് തന്നെ 4 ഖബറിടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 4 പേരും ഇവിടെ ഒരുമിച്ചായിരിക്കും. എപ്പോഴും എന്ന പോലെ ഒരുമിച്ച് കുരുന്നുപ്രായം മുതൽ ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ച് പഠിച്ചവർ, മരണസമയത്തും അവർ ഒരുമിച്ച് തന്നെ അവർക്കായിട്ടുള്ള ഖബറിടം ഇവിടെ ഒരുങ്ങുന്നു. നമ്മൾ കാണുന്നത് തുപ്പക്കാട് പള്ളി ഖബറിസ്ഥാനിൽ നിന്നുള്ള കാഴ്ചകളാണ്. മഴയുണ്ട്, പക്ഷേ ഈ മഴയെ ഒക്കെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നേരത്തെ കരിമ്പനിക്കൽ ഹാളിലേക്കും അതിനു മുൻപ് വീട്ടിലേക്കും ഇപ്പോൾ അന്ത്യപ്രാർത്ഥന നടക്കുന്ന പള്ളിയിലേക്കുമൊക്കെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ജനാസ നമസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും. ഉള്ളുപിടയുന്ന കാഴ്ചകളാണ്. 4 ചെറിയ ഖബറിടങ്ങൾ, അതും ചേർന്നുള്ള 4 ഖബറിടങ്ങൾ. ഇതുവരെ തോളിൽ കൈയിട്ട് എല്ലാം പങ്കുവെച്ച് സന്തോഷവും സങ്കടവും കുസൃതികളും എല്ലാം പങ്കിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന 4 പേർ, 4 മാലാഖമാർ, അവർ തിരിച്ചു പോവുകയാണ്. ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയിലൂടെ. ഇനി അവരോർമ്മ മാത്രമാണ്. ആ 4 പേർക്കും
അടുത്തടുത്തായി ഇതാ ഇവിടെ ഖബറിടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കണ്ണീരണിയാതെ ആർക്കും കാണാനാകില്ല, തൊണ്ടയിടരാതെ ആർക്കും പറയാനാകില്ല. ഉള്ളുപിടയും ഈ കാഴ്ചകൾ കാണുമ്പോൾ. കാരണം നമുക്കൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ മാത്രമാണ് ഈ 4 പേരെ പരിചയം. പക്ഷേ ഇവിടെ എത്തിയ ആയിരങ്ങൾ അവരുമായി ഇന്നലെ വൈകുന്നേരം മാത്രമുള്ള പരിചയം ആണെന്ന തരത്തിലല്ല ഒഴുകിയെത്തിയത്. കാലങ്ങളായി അറിയുന്നവരെന്ന രീതിയിൽ കണ്ണീരണിയാതെ ആരും തന്നെ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിട്ടില്ല. ആ കുടുംബത്തിനൊപ്പം, ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം, ഈ നാടിൻ്റെ വേദനയ്ക്കൊപ്പം എല്ലാവരും ഒത്തുചേരുന്ന ഒരു കാഴ്ച, ഒരു സാഹചര്യം ഒരിക്കലും ഈ ഒരു നഷ്ടം നികത്താനാകില്ല. ആ കുടുംബത്തിൻ്റെ വേദന ഒരിക്കലും മാറുകയുമില്ല.